ദുര്യോധനു വേണ്ടി ശകുനി ചൂതുകളി തുടരുകയാണ്, അതും കള്ളച്ചൂത്. നീതിമാനും സത്യസന്ധനുമായ യുധിഷ്ഠിരൻ നേരായ വഴിയിലൂടെ തന്നെയാണ് ചൂത് കളിക്കുന്നത്. പക്ഷേ ശകുനിയുടെ കള്ളച്ചൂതിനു മുന്നിൽ യുധിഷ്ഠിരൻ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. പരാജയം മാത്രമല്ല, അവിടെ പാണ്ഡവർക്ക് സംഭവിക്കുന്നത്, ഓരോ ചൂതുകളിയിലും തൻ്റെ സമ്പത്തുകൾ യുധിഷ്ഠിരൻ പണയം വെച്ചുകൊണ്ടേയിരുന്നു. ചതുരംഗ സേനകളും ആയുധങ്ങളും ഭണ്ഡാരങ്ങളും രാജ്യവും നഗരവുമെല്ലാം യുധിഷ്ഠിരൻ പണയം വെച്ച് നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എല്ലാ ചൂതുകളിലും ശകുനിക്ക് മുന്നിൽ യുധിഷ്ഠിരൻ പരാജയപ്പെടുന്നു. പണയവസ്തുക്കളെല്ലാം അങ്ങനെ ദുര്യോധനന് സ്വന്തമാകുന്നു. കള്ളച്ചൂതാണ് കളിക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. എല്ലാം നടക്കട്ടെ, ഇതായിരിക്കും ദൈവഹിതം എന്ന ചിന്തയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ എന്ന് തോന്നുന്നു. ആ രാജസദസ്സിൽ എല്ലാവരും മൗനമായിരിക്കുന്നത് കണ്ട് ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്ന് ശബ്ദിച്ചു തുടങ്ങി. അത് മറ്റാരുമല്ല, സത്യസന്ധനും പണ്ഡിതനുമായ വിദുരൻ. വിദുരൻ പറഞ്ഞു, മഹാരാജാവേ, ഞാൻ പറയുന്നത് അങ്ങയ്ക്ക് അപ്രിയമായി തോന്നിയേക്കാം. അങ്ങയുടെ പുത്രനായ ദുര്യോധനൻ വംശനാശത്തിനുള്ള വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. ദുര്യോധനന്റെ ജനനസമയത്ത് പല ദുർനിമിത്തങ്ങളും സംഭവിച്ചത് അങ്ങയ്ക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. മഹാരാജാവേ, അങ്ങയുടെ പുത്രനായ ദുര്യോധനൻ കള്ളച്ചൂതുകളിക്ക് കൂട്ടുനിന്ന് വലിയൊരു കലഹത്തിനും ദുരന്തത്തിനും വഴി തുറക്കുകയാണ്. രാജാവേ, ഈ ചൂതുകളിയെ നാം പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ചൂതുകളിക്കപ്പുറം ഒരു വലിയ ദുരന്തത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. വംശനാശം മഹാരാജാവേ, അങ്ങ് കാണേണ്ടി വരും, അത് തീർച്ച. വിദുരന്റെ ഈ വാക്കുകൾ കേട്ട് ദുര്യോധനൻ ഏറെ ക്ഷോഭിച്ചു. ഗർജിക്കുന്നത് പോലെ ദുര്യോധനൻ വിദുരനോട് പറയുകയാണ്, വിദുര, നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടോ? എന്റെ പിതാവ് നിങ്ങൾക്ക് കൂടുതൽ സ്ഥാനം നൽകുന്നു. അതിന്റെ അഹങ്കാരമല്ലേ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങളുടെ ഈ സംസാരവും പ്രവൃത്തിയും ഒക്കെ കാണുമ്പോൾ ചോറിങ്ങും കൂറങ്ങും എന്ന വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തിനാണ് നിങ്ങൾ രണ്ട് തോണിയിലും ഒന്നുപോലെ കാൽ വയ്ക്കുന്നത്? പാണ്ഡവരെയാണ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ നിങ്ങൾക്ക് പാണ്ഡവപക്ഷത്തേക്ക് പോകാമല്ലോ. ദുര്യോധനൻ വീണ്ടും ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ്. പാണ്ഡവർക്കൊപ്പം പോകണമെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. ശത്രുവിന്റെ പക്ഷത്ത് നിൽക്കുന്നവനും ശത്രു തന്നെയാണ്. അതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എന്നെ എപ്പോഴും എതിർത്തു പറയുന്ന, എന്നോട് അനിഷ്ടം കാണിക്കുന്ന വിദുരനെ ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഇപ്പോൾ തന്നെ പോകാം. ദുര്യോധനൻ വിദുരനോട് കടുത്ത ദേഷ്യത്തോടെ ഇപ്രകാരം പറഞ്ഞു നിർത്തി. ദുര്യോധനന്റെ ഈ വാക്കുകൾ കേട്ട് വിദുരൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങേക്ക് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുത്രസ്നേഹത്തിൽ നിന്നും കരകയറാതെ അവർ ചെയ്യുന്ന എല്ലാ നീചപ്രവൃത്തികൾക്കും അങ്ങ് അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിൽക്കുന്നുവെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയുവാനില്ല. അങ്ങേക്ക് നന്മ വരട്ടെ, വിദുരൻ നിരാശയോടെ പറഞ്ഞു നിർത്തി. ദുര്യോധനന് വേണ്ടി ചൂതു കളിച്ചുകൊണ്ടിരുന്ന ശകുനി യുധിഷ്ഠിരനോട് ചോദിച്ചു, യുധിഷ്ഠിര, നീ ഇതുവരെ പണയം വെച്ചതെല്ലാം ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞു. ഇതെല്ലാം ഇപ്പോൾ ദുര്യോധനന്റെ സ്വത്തുക്കളാണ്. ഇനി പറയൂ, നിനക്ക് പണയം വയ്ക്കുവാൻ എന്താണുള്ളത്? പറയൂ യുധിഷ്ഠിര. ശകുനി പരിഹാസത്തോടെ വിജയഭാവത്തോടെ യുധിഷ്ഠിരനോട് ചോദിക്കുന്നു. യുധിഷ്ഠിരൻ ചിന്തിച്ചു. തനിക്കുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും താൻ പണയം വെച്ചു കഴിഞ്ഞു. ഇനി എന്താണ് തനിക്ക് പണയം വയ്ക്കുവാനുള്ളത്? ഏതായാലും തോറ്റു പിന്മാറുന്ന പ്രശ്നമില്ല. ചൂതുകളിയിൽ അമിത ഭ്രമമുള്ള യുധിഷ്ഠിരൻ ഇപ്രകാരമൊക്കെ ചിന്തിക്കുകയാണ്. പെട്ടെന്ന് യുധിഷ്ഠിരൻ ചിന്തിച്ചു, ഇനിയും പണയവസ്തുക്കൾ ഉണ്ടല്ലോ, തൻ്റെ അനുജന്മാർ. അവരെയും യുധിഷ്ഠിരൻ പണയം വെച്ചു. ചൂത് കളിച്ചു. വീണ്ടും ദയനീയമായ തോൽവി. അവസാനം തന്നെയും പണയം വെച്ച് കളിച്ചു. അവിടെയും തോൽവി. ശകുനിയും ദുര്യോധനനും വിജയാഹ്ലാദത്തോടെ ആർത്തുചിരിക്കുന്നു. ദുര്യോധനൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, വീരന്മാരെന്ന് പറഞ്ഞു നടക്കുന്ന പാണ്ഡവരിത ഇനി എൻ്റെ അടിമകൾ. യുധിഷ്ഠിരൻ പരാജയം ഏറ്റുവാങ്ങി ശിരസ്സു താഴ്ത്തി അവിടെ നിൽക്കുന്നു. ശകുനി വീണ്ടും യുധിഷ്ഠിരനോട് ചോദിക്കുന്നു, വീണ്ടും ചൂത് കളിക്കുവാൻ വെല്ലുവിളിക്കുന്നു. യുധിഷ്ഠിര, നീ തോറ്റു പിന്മാറുകയാണോ? ഒരവസരം കൂടി നിനക്ക് ഞാൻ തരാം. ഒരു പ്രാവശ്യം കൂടി ചൂത് കളിക്കാം. ഇനിയും വിലപ്പെട്ട ഒന്ന് നിന്റെ കൈവശമുണ്ടല്ലോ, ദ്രൗപദി. അവളെ നിനക്ക് പണയം വെക്കരുതോ? ദ്രൗപദിയെ പണയം വെച്ച് ചൂത് കളിക്കുവാൻ ശകുനി യുധിഷ്ഠിരനെ വെല്ലുവിളിക്കുന്നു. സത്യസന്ധനായ യുധിഷ്ഠിരൻ മനസ്സില്ലാ മനസ്സോടെ ദ്രൗപദിയെ പണയം വെച്ച് ചൂത് കളിക്കുവാൻ തീരുമാനിക്കുന്നു. ദ്രൗപദിയെ ചൂതുകളിയിൽ പണയവസ്തുവാക്കിയതിൽ എല്ലാവരും വിഷാദചിത്തരായി തീർന്നു. ഭീഷ്മരും ദ്രോണരും കൃപരുമൊക്കെ ഏറെ ദുഃഖത്തോടെ ആ രാജസഭയിൽ ഇരുന്നു. ആ സഭയിലാകെ ഒരു അസ്വസ്ഥത വ്യാപിച്ചു. എല്ലാവരുടെയും മിഴികൾ നിറഞ്ഞു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സ്വന്തം ഭാര്യയെ പണയം വെച്ച് ചൂത് കളിക്കുവാൻ ഒരുങ്ങുന്ന അവസ്ഥയോർത്ത് എല്ലാവരും ഏറെ ദുഃഖിച്ചു. അതാ ചൂതുകളി വീണ്ടും ആരംഭിക്കുന്നു. ഇത്തവണയും ശകുനി ജയിച്ചു. അങ്ങനെ ദ്രൗപദിയും ദുര്യോധനന്റെ അടിമയായി തീർന്നു എന്ന് പറയാം. ശകുനിയും കർണനും ദുര്യോധനനുമൊക്കെ ആഹ്ലാദിച്ച് ചിരിക്കുന്നു. ശകുനി കള്ളച്ചൂത് കളിച്ചാണ് പാണ്ഡവരെ പരാജയപ്പെടുത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ യുധിഷ്ഠിരൻ പരാജയം സമ്മതിച്ച നിലയ്ക്ക് ആർക്കും ഒന്നും പറയുവാനോ പ്രവർത്തിക്കുവാനോ കഴിയുന്നില്ല. പാണ്ഡവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നവരെല്ലാം വളരെയധികം ദുഃഖിച്ചു.
കർണനും ശകുനിയും ദുര്യോധനനും തങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം സംഭവിച്ചത് കണ്ട് സന്തോഷത്തോടെ ആർത്തു വിളിക്കുന്നു. ധൃതരാഷ്ട്രർ ഒന്നും ഉരിയാടാതെ നിശ്ചലനായി ഇരുന്നു. അങ്ങനെ ചൂതുകളിക്ക് അവിടെ തിരശ്ശീല വീണു. പണയവസ്തുവായി പരാജയപ്പെട്ട പാണ്ഡവർ ആ രാജസദസ്സിൽ നിരനിരയായി അടിമകളായി നിൽക്കുന്നു. സദസ്സ് അല്പം ശാന്തമായി. പ്രതികാരദാഹിയായ ദുര്യോധനൻ അതാ എഴുന്നേൽക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ദ്രൗപദിയുടെ പരിഹാസ ചിരി മുഴങ്ങി. മയം നിർമ്മിച്ച അത്ഭുത കൊട്ടാരത്തിൽ വെച്ച് തനിക്ക് സംഭവിച്ച അമളികൾ കണ്ട് ആർത്ത് ചിരിച്ച ദ്രൗപദി, അവളിതാ ഇന്ന് എൻ്റെ അടിമ, അവളോട് പകരം വീട്ടുവാൻ ഇതുതന്നെ അവസരം, ദുര്യോധനൻ തീർച്ചപ്പെടുത്തി. ദുര്യോധനൻ വിതുരനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: വിതുര, വേഗം പോയി പാണ്ഡവ പത്നിയായ ദ്രൗപദിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നാലും അവളിപ്പോൾ എൻ്റെ ദാസിയാണ്. അവൾ ഇവിടെ വന്ന് ഈ സഭാഗൃഹമെല്ലാം അടിച്ചു വാരട്ടെ. ഇത് കേട്ട് വിതുരൻ ദുര്യോധനനോട് പറഞ്ഞു: മൂഢ, നീ എന്താണ് ഈ പറയുന്നത്? ദ്രൗപദി ഒരിക്കലും നിന്റെ അടിമയല്ല. യുധിഷ്ഠിരൻ സ്വയം അടിമയായതിനു ശേഷമാണ് ദ്രൗപദിയെ പണയം വെച്ചത്. അതുതന്നെ അനീതിയാണ്.